നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 പൊതുപരീക്ഷയ്ക്ക് 30 ദിവസം ഇന്ന് മുതൽ നോക്കിയ 30 ദിവസം നമുക്ക് തികച്ചു പറയാനില്ല. ടെൻഷൻ, പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്നു. ഇതൊക്കെയാണ് ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ. ഇത്രയും കാര്യങ്ങൾ, ഫുൾ ടോപ്പിക്സ് എങ്ങനെ പഠിക്കും മാഷേ? ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പോംവഴിയെക്കുറിച്ച്, കൃത്യമായിട്ടുള്ള പോംവഴിയെക്കുറിച്ച് കയറാം. ആദ്യം തന്നെ പറയുകയാണ്, ഫോക്കസ് ഏരിയ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 80% പോർഷൻസ് കിടപ്പുണ്ട്. അത് മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദി, മലയാളവും കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് വീഡിയോസ്, ആ വീഡിയോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫിസിക്സും കെമിസ്ട്രിയും, ഫിസിക്സ് തന്നെ 60 കൂടുതൽ വീഡിയോസും, കെമിസ്ട്രി ഏകദേശം 10-40 കൂടുതൽ വീഡിയോസ് ഉണ്ട്. മാത്സും 10-50 വീഡിയോസ് ഉണ്ട്. ബോട്ടണി സുവോളജിയുടെ കൂടി 10-40 വീഡിയോസ് കിടപ്പുണ്ട്. ഇതെല്ലാവരും കൂടി ഞാൻ പറഞ്ഞൊരു 80% ടോപ്പിക്സ് ഉണ്ട്. മാക്സിമം ഇനി അങ്ങോട്ട് എല്ലാം +1ന്റെ +2ന്റെ പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞ് മാക്സിമം ഇനി നിങ്ങൾക്കുള്ള വീഡിയോസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നോൺ ഫോക്കസ് ഏരിയയായിട്ടുള്ള വീഡിയോസ് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനിയും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ, ഇതെല്ലാം മാഷ് ചെയ്ത് തരും. ഇത് നിങ്ങളുടെ സീനിയേഴ്സിന് പറയാം. കൃത്യമായിട്ട് ദൈവം സഹായിച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ടതെല്ലാം ചെയ്തു തരുമ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ മാക്സിമം കമൻസും അതൊക്കെയല്ലേ നമുക്കുള്ള സന്തോഷം. അതൊക്കെ ചെയ്യുക. ഇനിയും വരുന്ന ഞാൻ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, പക്ഷേ പഠിക്കുന്ന എല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നതെല്ലാം മറന്നു പോകും. ഞാൻ പറഞ്ഞത് സ്റ്റഡി പ്ലാൻ വേണം. സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ഏരിയയും നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ഇട്ട് തന്നോളാം, അതൊന്നും പ്രശ്നമില്ല. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എല്ലാം വീഡിയോസ് പഠിച്ചിട്ടിരിക്കുക. സ്റ്റഡി പ്ലാൻ നിർബന്ധമായും പാലിക്കണം കുട്ടികൾ. 2, ഓർമ്മ അങ്ങോട്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നതിനോട് 100% യോജിക്കാത്ത ഒരാളാണ്. കാരണം നിങ്ങൾ ഒരു 2 കൊല്ലം മുമ്പ് കണ്ട സിനിമയുടെ, 2 കൊല്ലം മുമ്പ് കണ്ട ഫുട്ബോളിൻ്റെ, ക്രിക്കറ്റിൻ്റെയോ കൃത്യമായിട്ടൊരു അവലോകനം ഉണ്ട്. അതെന്താ അറിയോ? നമ്മൾ പറയും വിഷ്വലൈസ് ചെയ്ത് കാണുക എന്ന് പറയും. നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഓക്കെയാണ്. അവിടെ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. പിന്നെ മറവി വലിയൊരു സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 3 വർഷം മുമ്പ് കണ്ട സിനിമയോ ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പക്ഷേ തലേ ദിവസം ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് രാവിലെ പഠിച്ചത് ഉച്ചയ്ക്ക് മറന്നുപോകും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പിന്നെ നമ്മൾ എഴുതിയാണ് പഠിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയും പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റണം. കണ്ടമാനം കാണാപ്പാടം പഠിക്കുക എന്നുള്ളതല്ല. ഫിസിക്സ് ഡെറിവേഷൻസ് നിർബന്ധമായിട്ടും ഫിഗറും എഴുതി തന്നെ പഠിക്കണം. 2, 3, 4 ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ മനസ്സിലാകുന്നത് വരെ എഴുതി പഠിക്കണം. പിന്നെ നിങ്ങൾ മറക്കത്തില്ല. മാഷ് ബെറ്റ് വെക്കുകയാണ്, മറക്കത്തില്ല. എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി, മനസ്സിലാകുന്ന വരെ എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് നല്ലപോലെ നമുക്ക് സ്പീഡും കിട്ടും, നല്ലപോലെ തെറ്റത്തുമില്ല, ഉറപ്പായിട്ടും സമയം ലാഭിക്കാനും പറ്റും. ഒരുപാട് നേട്ടങ്ങളാണ് എഴുതി പഠിക്കുന്നത്. അത് കെമിസ്ട്രി ആയാലും പോയിന്റ്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എഴുതി പഠിക്കുക. മെമ്മറിയുടെ പവർ കൂട്ടുക. അതിന് ഒരേ ഒരു മാർഗം എഴുതി പഠിക്കുക എന്നുള്ളതാണ്. വായിച്ച് പഠിച്ചതിന് ശേഷം നന്നായിട്ട് എഴുതി പഠിക്കുക. കഷ്ടപ്പെടണം. ക്രിക്കറ്റ് കാണണം, IPL കാണണ്ട എന്ന് മാഷ് പറയത്തില്ല. ഒരിക്കലും നിങ്ങൾ സിനിമ കാണണ്ട എന്ന് മാഷ് പറയത്തില്ല. പക്ഷേ ഇത് IPL കണ്ടാലും സിനിമ കണ്ടാലും അതിനേക്കാട്ട് എടുക്കുന്ന സമയം നമ്മൾ കൂട്ടി പഠിക്കാൻ തയ്യാറായിരിക്കണം. കാരണം ഈ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ക്രൂഷ്യൽ ദിവസം നമ്മുടെ പബ്ലിക് എക്സാം ആണ്. ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് എന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സ്പാർക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാഷ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഉണ്ട്. 100% കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പോൾ ഫിസിക്സ് വീഡിയോ എടുത്താൽ അടുത്ത ആഴ്ച മൊത്തം മാത്സും കെമിസ്ട്രിയും ബോട്ടണിയും ഒക്കെ വരിക. നോൺ ഫോക്കസ് ഏരിയ ഒക്കെ നിങ്ങൾ കണ്ട് പഠിച്ചോളുക, നന്നായിട്ട് പഠിച്ചോളുക. അന്നേരം ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം കിടപ്പുണ്ട്. ഗ്രാമർ ഉൾപ്പെടെ അരച്ച് കലക്കി അനീഷ് സാറ് തന്നിട്ടുണ്ട്. ഹിന്ദി ആണെങ്കിൽ നല്ല അടിപൊളി ക്ലാസ്സുകൾ. ഇതൊന്നും ഞാൻ അടിപൊളി നല്ല പറയണം, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളാണ് വിലയിരുത്തണം. അന്നേരം ഇതെല്ലാം ഒന്ന് ഓർക്കുക. നമ്മൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ,
കൃത്യമായിട്ടുള്ള അന്നേരം സ്റ്റഡി പ്ലാനിനനുസരിച്ച് മാഷ ഇന്ന വീഡിയോ വന്നില്ല, അതെല്ലാം വന്നോളൂ. നിങ്ങൾ ബാക്കിയുള്ള അന്നേരം വീഡിയോസ് എല്ലാം കണ്ടുപിടിക്കുക, ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ടുപിടിക്കുക. 2, എഴുതി പഠിച്ചിരിക്കണം. കൃത്യമായിട്ടും എഴുതി വായിച്ചു പഠിച്ചതിന് ശേഷം മനസ്സിലാകുന്നവർ, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ഗിരീഷ് സാർ പറഞ്ഞു എഴുതി പഠിക്കണം, ഒരു വട്ടം എഴുതി പഠിച്ചു മനസ്സിലായി, അങ്ങനല്ല. നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാകുന്നവരെ നന്നായിട്ട് എഴുതി പഠിക്കുക. അത് ഒരുപാട് നേട്ടം നിങ്ങളിലേക്ക് ഉണ്ടാകും. പിന്നെ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര 6 മണിക്കൂർ പഠിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ 6 മണിക്കൂറല്ല, 8 മണിക്കൂറല്ല, 10 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ 10 മണിക്കൂർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് സമയം നമ്മളോടൊപ്പം നിൽക്കുന്നതല്ല. ടൈം ഈസ് വെരി പ്രഷ്യസ്. ടൈം വളരെ പ്രഷ്യസ് ആണ്. അതിനോടൊപ്പം നമുക്ക് ഒരിക്കലും ഓടാൻ പറ്റത്തില്ല. പക്ഷെ അതിനോടൊപ്പം ആ സമയം നമുക്ക് വിനിയോഗിക്കാൻ പറ്റണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെയുള്ളവരാണ് ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത്. സമയം കൃത്യമായി 24 മണിക്കൂറുള്ളതിൽ എങ്ങനെ കൃത്യമായി ഷാർപ്പ്, അത് ഞാൻ തളരുന്നു, എനിക്ക് വയ്യ എന്നൊന്നും പറയുന്നില്ലല്ല, എനിക്ക് പറ്റും, ഞാൻ വിജയിക്കും എന്ന് പറയുന്നിടത്ത് മാത്രമാണ് ഏത് കുഞ്ഞുങ്ങൾക്കും, ഇന്നും പഠിക്കാത്ത കുട്ടികൾക്ക്, ഇന്നുവരെയും പഠിക്കാത്ത കുട്ടികൾക്ക് പോലും വിജയിച്ചു വരാം. അത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാൻ, ഇപ്പം 18-ാം തീയതി കഴിഞ്ഞാൽ 18-ാം തീയതി വൈകുന്നേരം അടുത്ത സ്റ്റഡി ചലഞ്ച് വരും. അന്നേരം ഇത്രയും വീഡിയോസ് കണ്ട് തീരാനുണ്ട്, പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ അടുത്ത ദിവസം നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ആ വീഡിയോസ് എല്ലാം ഒന്നുകൂടി ഇട്ട് കൊടുക്കും. ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് കയറാനുള്ളവർക്കും ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് കയറാം. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അന്നേരം മാക്സിമം ഗംഭീരമാക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ കൂട്ട്, എല്ലാ സീനിയേഴ്സിൻ്റെയും കൂട്ട് നിങ്ങളും ഗംഭീരമായി മാർക്ക് മേടിക്കും, ഗംഭീരമായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കും എന്നുള്ളൊരു ഉറപ്പ് മാഷുണ്ട്. ആ ഉറപ്പ് നിങ്ങളും എനിക്ക് തരണം. ഉറപ്പാണേ? ഉറപ്പിച്ചോട്ടെ? അന്നേരം നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ വാ.